കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലം ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിച്ച് നിർത്തിയവർ ഇന്ന് രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്ത് വൈരുദ്ധ്യമാണിത് സുഹൃത്തുക്കളെ! കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വന്ന് വലിയ പ്രഭാഷണം നടത്തുകയാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്, യുവാക്കൾ നിരാശയിലാണ് എന്നൊക്കെ കേട്ടാൽ തോന്നും ഈ രാജ്യത്തെ വ്യവസായങ്ങളെയും ഉൽപാദന മേഖലയെയും ഇത്രയും കാലം തകർത്ത് തരിപ്പണമാക്കിയത് ഇന്നലെ അധികാരത്തിൽ വന്നവരാണെന്ന്. പക്ഷേ ചരിത്രം മറക്കാൻ ജനങ്ങൾ തയ്യാറല്ല. നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാലത്തെ ആ പഴയ കാലഘട്ടം മുതൽ രാജ്യത്തിന്റെ വളർച്ചയെ പൊതുമേഖലാ ചട്ടക്കൂടുകളിൽ തളച്ചിട്ട ആ പാരമ്പര്യം ആരാണെന്ന് രാജ്യത്തിന് നന്നായി അറിയാം. ആ കറുത്ത ചരിത്രത്തിന്റെ ഭാവഭാരം മുഴുവൻ മോദി സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയാൽ അത് വെറുമൊരു പകൽ സ്വപ്നം മാത്രമായി പോകും. കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയുടെ ഉൽപാദന മേഖലയെ പൊടി തട്ടിയെടുത്ത് ചൈനയ്ക്ക് പോലും വലിയ ഭീഷണിയായി മാറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് മുന്നിൽ ഈ പൊള്ളയായ നുണക്കഥകൾ വിലപ്പോവില്ല. ഇന്ന് നമ്മുടെ ഈ വീഡിയോയിലൂടെ പൊളിച്ചെടുക്കാൻ പോകുന്നത് കോൺഗ്രസ് ഉണ്ടാക്കിയ സാമ്പത്തിക മുരടിപ്പിന്റെ ചരിത്രവും പ്രിയങ്ക ഗാന്ധിയുടെ ഈ തെറ്റായ വാദങ്ങളെ കണക്കുകൾ നിരത്തി എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുമാണ്. ചരിത്രം അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ കേട്ട് കൈയടിക്കാം. പക്ഷേ കഴിഞ്ഞ 12 വർഷമായി ഇന്ത്യയുടെ ഉൽപാദന മേഖലയെ പൊടി തട്ടിയെടുത്ത് മറ്റു രാജ്യങ്ങൾക്ക് പോലും പേടി സ്വപ്നമായി മാറുന്ന ഒരു പുതിയ സാമ്പത്തിക ശക്തിയായി ഈ രാജ്യത്തെ മാറ്റിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് മുന്നിൽ ഈ പൊള്ളയായ നുണകൾ വിലപ്പോകില്ല. ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഇനി ആരുടെ തലയിൽ കെട്ടിവെക്കണം? കോൺഗ്രസിന് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. മോദിയുടെ തലയിൽ. 50 വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ച പാർട്ടി, പതിറ്റാണ്ടുകളോളം രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിച്ച പാർട്ടി. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയ്യോ, ചരിത്രത്തിൽ കോൺഗ്രസ് എന്നൊരു സർക്കാർ ഉണ്ടായിരുന്നു എന്ന് പോലും മറന്നതുപോലെയാണ് സംസാരം. പ്രിയങ്ക ഗാന്ധി പറയുന്നു, യുവാക്കൾ നിരാശരാണ്, തൊഴിലില്ലായ്മ വളരെ ഉയർന്നതാണ്, കഴിഞ്ഞ 12 വർഷമായി തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു, നിർമ്മാണ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയില്ല. ഇതൊക്കെയാണ് ആരോപണം. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ ചരിത്രം തുടങ്ങിയത് 2014 അതിനു മുൻപ് ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എന്നൊരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് രാജ്യത്തെ എല്ലാ യുവാക്കൾക്കും ജോലി ലഭിച്ചിരുന്നു, എല്ലാ ബിരുദധാരികൾക്കും തൊഴിലുറപ്പായിരുന്നു, എല്ലാ ഗ്രാമങ്ങളിലും വ്യവസായശാലകൾ ഉണ്ടായിരുന്നു, യുവാക്കൾക്ക് തൊഴിൽ തേടി നാടുവിടേണ്ടി വന്നിരുന്നില്ലേ? തൊഴിൽ തേടി സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയതാണെന്ന മട്ടിലുള്ള ഈ രാഷ്ട്രീയവാദം എത്രത്തോളം ശരിയാണ്? ഇവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പരാജയമാവുന്നത്. പ്രശ്നം പതിറ്റാണ്ടുകൾ പഴക്കം ചെന്നവൾ, പക്ഷെ ഉത്തരവാദിത്തം മാത്രം മോദി സർക്കാരിന്. ഇത്രയും വർഷത്തിലേറെ ഭരിച്ചവർ പറയും തൊഴിലില്ലായ്മ മോദിയുടെ പരാജയം. അപ്പോൾ ജനങ്ങൾ ചോദിക്കും, അല്ല കോൺഗ്രസേ, നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്യുകയായിരുന്നു? ഇതിന് ഉത്തരം പറയണ്ടേ? രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾ തീരുമാനിച്ചത് ആരായിരുന്നു? വ്യവസായ നയങ്ങൾ രൂപീകരിച്ചത് ആരായിരുന്നു? തൊഴിൽ നയങ്ങൾ നടപ്പിലാക്കിയത് ആരായിരുന്നു? വിദ്യാഭ്യാസ സംവിധാനം രൂപപ്പെടുത്തിയതാര്? യുവാക്കൾക്ക് കഴിവ് പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയതാര്? ഇതൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് കഥ മാറും. അപ്പോഴേക്കും കോൺഗ്രസ് പറയും, അത് ചരിത്രമാണ്, അയ്യോ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ മാത്രം ചരിത്രം വേണ്ട, മോദിയുടെ 12 വർഷം മാത്രം മതി. എന്തൊരു സൗകര്യമല്ലേ! സ്വന്തം ഭരണകാലത്തിന്റെ കണക്ക് പുസ്തകം അടച്ചു വെച്ച് മോദി സർക്കാരിന്റെ കണക്ക് പുസ്തകം മാത്രം തുറക്കുക, ഇതാണ് പുതിയ കോൺഗ്രസിന്റെ രാഷ്ട്രീയം. പ്രിയങ്ക ഗാന്ധി പറയുന്നു, യുവാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥതയും നിരാശയും ഉണ്ടെന്ന്. ശരി, യുവാക്കൾക്ക് ആശങ്കയുണ്ടാവാം, തൊഴിൽ വിപണിയിൽ സമ്മർദ്ദമുണ്ടാവാം, കൂടുതൽ തൊഴിലവസരങ്ങൾ വേണമെന്നുണ്ടാകാം, കൂടുതൽ നല്ല ശമ്പളമുള്ള ജോലികൾ വേണം, കൂടുതൽ ഉൽപാദന മേഖല വേണം, കൂടുതൽ ചെറുകിട വ്യവസായങ്ങൾ വേണം. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. പക്ഷേ യുവാക്കളുടെ എല്ലാ പ്രശ്നത്തിനും ഒരേ ഒരു ഉത്തരം, മോദി. ഇതാണോ സാമ്പത്തിക നയം? ഇതാണോ തൊഴിൽ നയം? ഇതാണോ കോൺഗ്രസിന്റെ പരിഹാരം? ഒരു യുവാവ് ചോദിക്കുന്നു, എനിക്ക് ജോലി എങ്ങനെ കിട്ടും? കോൺഗ്രസ് പറയുന്നു, മോദിയെ മാറ്റണം. അല്ല, മോദിയെ മാറ്റിയാൽ ആ യുവാവിന് അടുത്ത ദിവസം ജോലി കിട്ടുമോ? ഒരു ഫാക്ടറി പണിയുമോ? ഒരു പുതിയ വ്യവസായം തുടങ്ങുമോ? 1 ലക്ഷം പുതിയ തൊഴിൽ സൃഷ്ടിക്കുമോ? ഇല്ലാലോ. അപ്പോൾ മോദിയെ വിമർശിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പരിഹാരം എന്താണെന്ന് കൂടി പറയേണ്ടതില്ലേ? അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇനി പ്രിയങ്ക ഗാന്ധിയുടെ മറ്റൊരു ആരോപണം, ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ചോദിക്കണം, ഇന്ത്യയിൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കൊണ്ടുവന്ന ഉൽപാദിത ബന്ധിത പ്രോത്സാഹന പദ്ധതിയെക്കുറിച്ച് അറിയില്ലേ?
ഇന്ത്യയിൽ തന്നെ ഉൽപാദനം, ഇന്ത്യയിൽ തന്നെ നിക്ഷേപം, ഇന്ത്യയിൽ തന്നെ ഫാക്ടറികൾ, ഇന്ത്യയിൽ തന്നെ കയറ്റുമതി, ഇന്ത്യയിൽ തന്നെ തൊഴിൽ. ഇതാണ് ആ നയത്തിന്റെ ലക്ഷ്യം. വിവിധ മേഖലകളിലായി വൻതോതിൽ നിക്ഷേപം ആകർഷിക്കുകയും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി കേന്ദ്ര സർക്കാർ കണക്കുകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഉൽപാദന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയില്ല എന്ന വാചകം എവിടെ നിന്നാണ് വരുന്നത്? ഇന്ത്യയിലെ മൊബൈൽ നിർമ്മാണം, ഇലക്ട്രോണിക്സ് നിർമ്മാണം, മരുന്ന് നിർമ്മാണം, വൈദ്യുതി വാഹന ഘടകങ്ങൾ, പോരാത്തതിന് പ്രതിരോധ മേഖലയിലെ നിർമ്മാണങ്ങൾ, ഇങ്ങനെ വസ്ത്ര നിർമ്മാണം, വാഹന നിർമ്മാണം, ഇങ്ങനെ പല മേഖലകളിലും ഇന്ത്യ ഉൽപാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ പ്രസംഗത്തിൽ മാത്രം ശരിയാകാം, രാജ്യത്തിന്റെ കണക്കുകളിൽ ശരിയാകില്ല. ഇനി മറ്റൊരു കാര്യം, മോദി സർക്കാർ ഉൽപാദന മേഖലയെ പ്രോത്സാഹിപ്പിച്ചാൽ കോൺഗ്രസ് പറയും ഇത് പോരാ, നിക്ഷേപം വന്നാൽ തൊഴിലെവിടെ, തൊഴിൽ വന്നാൽ ഇത് എത്രത്തോളം സ്ഥിരം തൊഴിലാണ്, സ്ഥിരം തൊഴിൽ വന്നാൽ ശമ്പളം എത്ര? അപ്പോൾ ചോദിക്കട്ടെ, മോദി സർക്കാർ എന്ത് ചെയ്താലാണ് കോൺഗ്രസ് പറയുക ശരി ഇത് നല്ലതാണെന്ന്? അതോ മോദി ചെയ്തതൊന്നും നല്ലതല്ലെന്ന് പറയുകയാണ് കോൺഗ്രസിന്റെ പാർട്ടി നയം? ഇനി ചെറുകിട വ്യവസായങ്ങളുടെ കാര്യം, പ്രിയങ്ക ഗാന്ധി പറയുന്നു ചെറുകിട ബിസിനസ്സുകളെയും തൊഴിൽ നൽകുന്നവരെയും കാർഷിക മേഖലയെയും തളർത്തുന്ന നയങ്ങളാണ് സർക്കാരിൻ്റെതെന്ന്. ശരി, ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്ന് ആരും പറയുന്നില്ല. അവർക്ക് വായ്പ വേണം, വിപണി വേണം, സാങ്കേതിക സഹായം വേണം. പക്ഷേ മോദി സർക്കാർ ചെറുകിട വ്യവസായങ്ങൾക്ക് ഒന്നും ചെയ്തില്ല. ജനങ്ങൾ വീണ്ടും ചോദിക്കും, അപ്പോൾ വായ്പാ സഹായ പദ്ധതികൾ, വായ്പ ഉറപ്പ് പദ്ധതികൾ, ചെറുകിട സംരംഭങ്ങളുടെ ഔപചാരിക രജിസ്ട്രേഷൻ, സർക്കാർ വാങ്ങലിലെ അവസരങ്ങൾ, ഇതൊക്കെ എന്താണ്? ഇതെല്ലാം കോൺഗ്രസിന്റെ സ്വപ്നത്തിലാണോ നടന്നത്? അതോ മോദി സർക്കാർ ചെയ്തത് കൊണ്ട് അത് കണക്കിൽ പെടില്ലേ? ഇതാണ് പ്രശ്നം. കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗണിതം ചിലപ്പോൾ വളരെ രസകരമാണ്. നേട്ടം വന്നാൽ അത് ഞങ്ങൾ നേരത്തെ തുടങ്ങിയതാണ്, പ്രശ്നം വന്നാൽ മോദി സർക്കാരിന്റെ പരാജയം, പദ്ധതി വിജയിച്ചാൽ അത് കേന്ദ്രത്തിന്റെ പണമല്ലേ, പദ്ധതി പരാജയപ്പെട്ടാൽ മോദി സർക്കാർ പരാജയം. ഇനി രാഹുൽ ഗാന്ധിയിലേക്ക് വരാം. രാഹുൽ ഗാന്ധി നിരന്തരം യുവാക്കളുടെ തൊഴിൽ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ശരി, സംസാരിക്കട്ടെ. പക്ഷേ രാജ്യത്തെ യുവാക്കളോട് ഒരിക്കൽ ചോദിക്കട്ടെ, നാളെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത്? എത്ര തൊഴിൽ സൃഷ്ടിക്കും? എവിടെ സൃഷ്ടിക്കും? എങ്ങനെയാണ് സൃഷ്ടിക്കുക? ഉൽപാദന മേഖലയിൽ എന്ത് ചെയ്യും? ചെറുകിട വ്യവസായങ്ങൾക്ക് എന്ത് ചെയ്യും? യുവാക്കളുടെ കഴിവ് പരിശീലനം എങ്ങനെ മാറ്റും? സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ എങ്ങനെ നൽകും? ഇങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ്. കയറ്റുമതി എങ്ങനെ വർദ്ധിപ്പിക്കും? ഇതിനൊരു കൃത്യമായ മറുപടി പറയൂ കോൺഗ്രസേ. മോദി പോകണമെന്നത് ഒരു തൊഴിൽ പദ്ധതിയല്ല, കോൺഗ്രസ് വരണമെന്നത് ഒരു സാമ്പത്തിക നയവുമല്ല. രാജ്യത്തിന് വേണ്ടത് പരിഹാരമാണ്, മുദ്രാവാക്യമല്ല. ഇനി ഒരു കാര്യം കൂടി, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയ്ക്ക് മോദി സർക്കാരിന് ഉത്തരവാദിത്തമാണെന്ന് പറയുന്നതിന് നല്ലത് നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നതാണ്. കോൺഗ്രസിന് സ്വന്തം ചരിത്രത്തോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഇത്രയും വർഷത്തിലേറെ ഭരണം, എത്ര തൊഴിലുകൾ, എത്ര വ്യവസായങ്ങൾ, എത്ര യുവാക്കൾക്ക് സ്ഥിരമായ തൊഴിൽ, എത്ര ആഗോള നിലവാരത്തിലുള്ള ഉൽപാദന കേന്ദ്രങ്ങൾ, എത്ര ശക്തമായ ചെറുകിട വ്യവസായ ശൃംഖല, എത്ര വലിയ കയറ്റുമതി അടിത്തറ, ഇതിന്റെയൊക്കെ കണക്കെവിടെ? അത് ചോദിച്ചാൽ മോദി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം ചരിത്രം മായ്ച്ചു കളയാൻ കഴിയില്ല. ഇന്ത്യയുടെ തൊഴിലില്ലായ്മയുടെ കഥ 2014 തുടങ്ങിയതല്ല, ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ കഥ 2014 തുടങ്ങിയതുമല്ല, ഇന്ത്യയുടെ വ്യവസായ പ്രശ്നങ്ങളുടെ കഥ 2014 തുടങ്ങിയതുമല്ല. അതുപോലെ 2014 ശേഷം ഇന്ത്യയിൽ പല മാറ്റങ്ങളും, ഉൽപാദന മേഖലയിലും എല്ലാ മേഖലകളിലും പല മാറ്റങ്ങളും ഇന്ന് വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് വേണ്ടത് സത്യസന്ധമായ ചർച്ചയാണോ, അതോ എല്ലാ പ്രശ്നത്തിനും മോദി എന്ന ഒരു ഇതാണോ കോൺഗ്രസ് കാണിക്കുന്നത്? ജനങ്ങൾ അതാണ് ഇപ്പോൾ ചോദിക്കുന്നത്. കാരണം ജനങ്ങൾ കാണുന്നുണ്ട്, ഇപ്പോൾ വരുന്ന വ്യവസായം കാണുന്നുണ്ട്, നിക്ഷേപം കാണുന്നുണ്ട്, റോഡുകൾ കാണുന്നുണ്ട്, വൈദ്യുതി അടിസ്ഥാന സൗകര്യം കാണുന്നുണ്ട്, പുതിയ സംരംഭങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തൊഴിൽ തേടുന്ന യുവാക്കളെയും കാണുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സത്യസന്ധമായ ചോദ്യം ചോദിക്കും. നേട്ടമുണ്ടെങ്കിൽ അംഗീകരിക്കൂ, പരാജയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യൂ. പക്ഷേ എല്ലാത്തിനും രാഷ്ട്രീയം മാത്രം കാണിക്കരുത്. തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കണം, യുവാക്കളുടെ നിരാശയെക്കുറിച്ച് സംസാരിക്കണം. പക്ഷേ അത് കോൺഗ്രസിന്റെ പഴയ ഭരണകാലം മറയ്ക്കാനുള്ള തിരശ്ശീലയാകരുത്. കാരണം ഒരു വശത്ത് പ്രിയങ്ക ഗാന്ധി പറയും തൊഴിലില്ലായ്മ, മറ്റൊരു വശത്ത് രാഹുൽ ഗാന്ധി പറയും യുവാക്കൾ നിരാശരാണ്, മൂന്നാമത്തെ വശത്ത് കോൺഗ്രസ് പറയും മോദി സർക്കാർ പരാജയപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ നടുവിൽ നിന്ന് ചോദിക്കും, ശരി നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി, ഇനി പരിഹാരം എന്താണ്? അവിടെ നിശബ്ദത, അവിടെ വീണ്ടും മോദി പോയാൽ എല്ലാം ശരിയാകും. ഇതാണ് കോൺഗ്രസ്.
വികസനം ഒന്നും കാണാതെ വെറുതെ നെഗറ്റീവ് ചിന്തകളുമായി കോൺഗ്രസ് ഇങ്ങനെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ ഒരു പരിഹാസം എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കൂ, തീർച്ചയായിട്ടും സംസാരിക്കണം, യുവാക്കളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടൂ. പക്ഷേ മോദി സർക്കാരിനെ വിമർശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. കോൺഗ്രസിന്റെ പഴയ കണക്ക് പുസ്തകവും തുറക്കണം. നെഹ്റുവിന്റെ കാലം, ഇന്ദിരാഗാന്ധിയുടെ കാലം, രാജീവ് ഗാന്ധിയുടെ കാലം, തുടർന്നുള്ള കോൺഗ്രസ് കാലങ്ങൾ, അവിടെയൊക്കെ തൊഴിൽ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്തു, എന്താണ് വിജയിച്ചത്, എന്താണ് പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വേണ്ടി വന്നത്, അതും രാജ്യത്തോട് പറയണം. അല്ലാതെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ മോദി സൃഷ്ടിച്ചതാണെന്ന രീതിയിൽ ചരിത്രത്തെ ഒറ്റ വരിയാക്കി മാറ്റിയാൽ ജനങ്ങൾ ചിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.